ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിഗാസ് കഫേയിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും ഷിഗാസ് കഫേയുടെ ഈദാശംസകൾ. ഞാൻ ഈ വീഡിയോയിൽ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി വെർമിസെല്ലി മാംഗോ പുഡിങ് കാണിക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുകൂടാതെ ചെറിയൊരു ഈദ് ഷോപ്പിംഗ് വ്ളോഗും കൂടി കാണിക്കുന്നുണ്ട്. ഹസ്ബൻഡിനും മോനും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 5 മണിക്കാണ് ഇറങ്ങിയത്. മാക്സിലേക്കാണ് ഞങ്ങൾ പോയത്. മോളവിടെ ഫാൻസി കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുകയാണ്. മോനുള്ള ഡ്രസ്സ് മാക്സിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ട മോഡലിലുള്ള ഡ്രസ്സ് തന്നെയാണ് അവിടെ നിന്ന് കിട്ടിയത്. മൊത്തത്തിലെല്ലാം തിരഞ്ഞിട്ട് ലാസ്റ്റ് അവൻ എടുക്കുള്ളൂ. ഈ ഒരു ടോപ്പ് ഞാൻ അവിടെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. മാക്സിൽ നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ. കുട്ടികൾക്കും ജെൻസിനൊക്കെ ഉള്ള നല്ല സെലക്ഷൻ ഉണ്ട്, ലേഡീസിനുള്ളതും ഉണ്ട്. മോൾക്ക് പെരുന്നാൾക്ക് ഡ്രസ്സ് ഞാൻ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടോപ്പ് കണ്ടപ്പോൾ ഞാൻ മോൾക്ക് ഒരു ടോപ്പും കൂടെ എടുത്തു. പിന്നെ ബില്ലൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും ബാങ്ക് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് നേരെ ഫുഡ് കോർട്ടിലേക്കാണ് പോയത്. ഫുഡ് കോർട്ടിൽ എല്ലാ ഐറ്റം ഫുഡും ഉണ്ടായിരുന്നു. ഞങ്ങൾ റൈസും ടിക്കിയും കബാബും ബ്രോസ്റ്റൊക്കെയാണ് വാങ്ങിയത്. നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേര് നോമ്പുറക്കാൻ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് ലുലുവിലേക്കാണ് പോയത്. ലുലുന്ന് കുറച്ച് റൂമിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. നോമ്പ് തുറന്ന സമയമായതുകൊണ്ട് തന്നെ ലുലുവിൽ അധികം തിരക്കൊന്നുമില്ലായിരുന്നു. അവിടെ മാമ്പഴ ഫെസ്റ്റ് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ പല വെറൈറ്റിയിലുള്ള മാമ്പഴം ഉണ്ടായിരുന്നു. ഡ്രസ്സും നല്ല സെലക്ഷൻ ഉണ്ട് ലുലുവിൽ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചെറിയ ഈദ് ഷോപ്പിംഗ് വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദാശംസകൾ നേരുന്നു. ഇനി നമുക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത്. 2 ലെയറായിട്ടാണ് ഈ പുഡിങ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സേമിയത്തിൻ്റെ ഒരു ലെയറും മാങ്ങയുടെ ഒരു ലെയറും ആയിട്ടാണ്. ഇത് പെട്ടെന്ന് സെറ്റായി കിട്ടും. ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ചേർത്തിട്ടില്ല. കോൺഫ്ലവറാണ് നമുക്ക് ഈ പുഡിങ് സെറ്റായി കിട്ടാൻ വേണ്ടിയാണ് ചേർത്തിട്ടുള്ളത്. ഈ പുഡിങ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ആ പൈനാപ്പിളിൻ്റെയും മാംഗോൻ്റെയും ഒക്കെ ഫ്ലേവർ വരുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഈ പുഡിങ് കഴിക്കാൻ. നമ്മൾ സേമിയത്തിൻ്റെ മിക്സിൽ പൈനാപ്പിളിൻ്റെ എസൻസ് ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫസ്റ്റ് ലെയറിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് സേമിയ, 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, 1 ടീസ്പൂൺ ഗീ, 2 കപ്പ് മിൽക്ക്, 100 ഗ്രാം ഫ്രഷ് ക്രീം,
2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ്. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാലിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ പാല് ഈ കോൺഫ്ലവറിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഈ കോൺഫ്ലവറും പാലും കൂടി ഒരുമിച്ചാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ ഈ കോൺഫ്ലവറിൻ്റെ ഒരു പച്ച ടേസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ പാല് തിളച്ചിട്ടാണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണമെന്ന് വെച്ചാൽ ഈ കോൺഫ്ലവറിൻ്റെ ഒരു പച്ച ടേസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത്. ഇങ്ങനെ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കോൺഫ്ലവറിൻ്റെ പച്ച ചുവയൊന്നും വരില്ല. അപ്പോൾ അത് ഈ പാലിലേക്ക് ചേർത്ത് കൊടുത്താണ്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പാന് ചൂടായിട്ട് വരുമ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് മെൽറ്റായിട്ട് വരുമ്പോൾ സേമിയ ചേർത്താണ്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ആ നെയ്യും സേമിയയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവർ പാൽ മിക്സ് ഈ സേമിയത്തിലേക്ക് ചേർത്തുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ. പാലൊന്ന് ചൂടാവണ വരെ മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ചൂടായി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വേഗം കുക്കായി കിട്ടും. കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കോൺഫ്ലവറും സേമിയയും ഉള്ളതുകൊണ്ട് തന്നെ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാം. കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുക. പുഡിങ്ങിൽ അല്പം മധുരം മുന്നിട്ട് നിൽക്കണം. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് പഞ്ചസാരക്ക് പകരം 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടുതൽ ചേർത്ത് കൊടുത്താലും മതി. ഇതൊന്ന് തിളച്ച് കുറുകി വരണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുക. പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സേമിയയുടെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. ഫ്രഷ് ക്രീം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്രഷ് ക്രീമും കൂടി ചേർക്കുന്നതുകൊണ്ട് തന്നെ ഈ പുഡിങ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഞാനിത് ടേസ്റ്റ് ചെയ്തപ്പോൾ പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്രയും വേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ബൗളിലേക്ക് മാറ്റാം. ഈ ഒരു ലെയർ പെട്ടെന്ന് സെറ്റായി കിട്ടും. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ സെറ്റായി കിട്ടും. ഇനി മാംഗോ ലെയറിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 കപ്പ് മാംഗോ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, മാംഗോ 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് ഒന്ന് അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മാംഗോയിൽ നാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ അത് പോവും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്.
ഒരു പാനിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മാംഗോ മിക്സ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാരയും മാങ്ങ മിക്സും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതൊരു 3 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായി കിട്ടും. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കോൺഫ്ലവർ മിക്സ് ചേർത്ത് കൊടുക്കാൻ, ഇല്ലെങ്കിൽ കട്ട പിടിക്കും. കോൺഫ്ലവർ മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കണം. കോൺഫ്ലവർ ചേർക്കുമ്പോൾ നമ്മുടെ മാംഗോ മിക്സ് പെട്ടെന്ന് തിക്കായിട്ട് വരും. ഒരു 2 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ വെച്ചാണ്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പുഡിങ്ങിൻ്റെ സെക്കൻഡ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സേമിയ ലെയറിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പുഡിങ് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. റൂം ടെമ്പറേച്ചറിൽ വെച്ച് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റിയാൽ മതി. ഫ്രിഡ്ജിൽ വെച്ച് 2 മണിക്കൂർ നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മളിത് സെർവ് ചെയ്യേണ്ടത്. ഒരല്പം പിസ്ത വെച്ചിട്ടാണ് ഞാനിത് ഗാർണിഷ് ചെയ്യണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഗാർണിഷ് ചെയ്യാം. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ ഒരു പെരുന്നാൾക്ക് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.